കേരളത്തിലെ അതിപുരാതനമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം 2026. അതിൽ തന്നെ പുറ്റിങ്ങൽ അശ്വതി വിളക്കും പുറ്റിങ്ങൽ ഗജമേളയും ഈ വരുന്ന 2026 മാർച്ച് 21 ശനിയാഴ്ച നടക്കും. അന്നേ ദിവസം അണിനിരക്കുന്ന ഗജവീരന്മാർ പുറ്റിങ്ങൽ മീനഭരണിക്കും പുറ്റിങ്ങൽ അശ്വതി വിളക്കിനും മുഖ്യ കാർമ്മികത്വം വഹിച്ച് പുറ്റിങ്ങൽ അമ്മയെ ശിരസിലേറ്റുന്നത് നടക്കാവില രാജശേഖരനാട് ടീം കൊമ്പൻസ് കലയ്ക്കോട് പുരാഘോഷ കമ്മിറ്റിക്കായാണ് കേരളത്തിന്റെ ഒരേ ഗജഭീമൻ വാരംഗ വിശ്വപ്രജാധിപതി പുതുപ്പള്ളി കേശവനും തെക്കിന്റെ ദേവർ തൃക്കടവൂർ ശിവരാജുവും ടീം കൊമ്പൻസ് കലയ്ക്കോട് പുരാഘോഷ കമ്മിറ്റിയുടെ 2 ഗജവീരന്മാരായി എത്തും. യങ്സ്റ്റാർ പുറ്റിങ്ങൽ പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുമാണ് കേരളത്തിന്റെ യുവരാജ വൈഡൂര്യം ആമ്പാടി ബാലനാരായണനും ഗുരുവായൂരപ്പന്റെ വലിയ വിഷ്ണുവും യങ്സ്റ്റാർ പുറ്റിങ്ങൽ പുരാഘോഷ കമ്മിറ്റിയുടെ 2 ഗജവീരന്മാരായി എത്തുമ്പോൾ അവരുടെ 2 ഗജവീരന്മാരെയും ആരാധനാ കലാസമിതി അണിയിച്ചൊരുക്കുന്ന ശിങ്കാരിമേളത്തോടൊപ്പം തട്ടകത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും. അവരുടെ 2 ഗജവീരന്മാർക്കും ഗജമിത്ര ഇഞ്ചമുടി കൂടുതൽ അഴകേകും. പുതിയിടം ദേശം പുരാഘോഷ കമ്മിറ്റിക്കായി ആനക്കേരളത്തിന്റെ സുൽത്താൻ അക്കരമ്മൽ ശേഖരനും യുവരാജ കുടുംബി പുത്തൻകുളം അനന്തപത്മനാഭനും അവരുടെ 2 ഗജവീരന്മാരായി എത്തും. ചെമ്പട കലാസമിതി അവരുടെ 2 ഗജവീരന്മാരെയും തട്ടകത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും. ഗജമിത്ര ഇഞ്ചമുടി അവരുടെ 2 ഗജവീരന്മാർക്കും കൂടുതൽ അഴകേകും. കുളം ആനപ്രേമി സംഘത്തിന്റെ ഭാഗത്തു നിന്നും മന്ത്രികുമാരൻ കീഴൂട്ട് ശ്രീകണ്ഠൻ അവരുടെ ഗജവീരനായി എത്തും. അവരുടെ ഗജവീരനെ ഗാങ് ഓഫ് വില്ലൻസ് അണിയിച്ചൊരുക്കുന്ന ശിങ്കാരിമേളത്തോടൊപ്പം തട്ടകത്തിലേക്ക് സ്വീകരിച്ചാനയിക്കുമ്പോൾ അവരുടെ ഗജവീരന് കൂട്ടായി കുന്നത്തൂർ കുട്ടിശങ്കരൻ അവരുടെ മറ്റൊരു ഗജവീരനായി എത്തുമെന്നും അവർ അറിയിക്കുന്നു. ക്ലാവറ പൗരസമിതി പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും മന്ത്രികുമാരൻ വിശ്വവിരാജിത വീരഹട്ടി കീഴൂട്ട് വിശ്വനാഥൻ അവരുടെ ഗജവീരനായി എത്തുമ്പോൾ ബാലഭദ്ര കലാസമിതി അണിയിച്ചൊരുക്കുന്ന ശിങ്കാരിമേളം അവരുടെ ഗജവീരനെ തട്ടകത്തമ്മയുടെ മണ്ണിലേക്ക് സ്വീകരിച്ചാനയിക്കും. അതോടൊപ്പം തന്നെ അവരുടെ ഗജവീരന് ഗജമിത്ര ഇഞ്ചമുടി കൂടുതൽ അഴകേക്കുമെന്നും ഇപ്പോൾ അറിയിക്കുന്നു. റൈസിംഗ് സ്റ്റാർസ് കോട്ടപ്പുറം പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഗജരാജൻ അരുണിമ പാർത്ഥസാരഥി അവരുടെ ഗജവീരനായി എത്തുമ്പോൾ അവരുടെ ഗജവീരനെ സ്ഫടികം കലാസമിതി അണിയിച്ചൊരുക്കുന്ന ശിങ്കാരിമേളത്തോടൊപ്പം തട്ടകത്തമ്മയുടെ മണ്ണിലേക്ക് സ്വീകരിച്ചാനയിക്കും. അതോടൊപ്പം തന്നെ പെരുമ്പുഴ പ്രദേശ് പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഗജരാജൻ തടക്കാവിള മണികണ്ഠൻ അവരുടെ ഗജവീരനായി എത്തുമ്പോൾ തോപ്പിൽ കലാസമിതി അണിയിച്ചൊരുക്കുന്ന ശിങ്കാരിമേളം അവരുടെ ഗജരാജനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും. അവരുടെ ഗജരാജന് ശ്രീരുദ്ര ആനച്ചമയം കൂടുതൽ അഴകേക്കുമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കൂനകിൽ പൗരസമിതി പുരാഘോഷ കമ്മിറ്റിക്കായി കർണാവതാരം അക്കരമ്മൽ മോഹനൻ അവരുടെ ഗജവീരനായി എത്തും എന്നറിയിക്കുന്നു. അവരുടെ ഗജവീരനെ അയോധ്യ കലാസമിതി അണിയിച്ചിരിക്കുന്ന ശിങ്കാരിമേളത്തോടൊപ്പം തട്ടകത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും. യുവജന സമിതി കുറുമണ്ഡൽ പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഏറ്റുമാനൂരപ്പന്റെ മാനസപുത്രൻ ഏറ്റുമാനൂർ ഉഷശ്രീ ശങ്കരൻകുട്ടി അവരുടെ ഗജവീരനായി എത്തും. അവരുടെ ഗജവീരനെ ഗ്രേസ് മ്യൂസിക് ബാൻഡ് അണിയിച്ചൊരുക്കുന്ന ബാൻഡ് സെറ്റ് മേളത്തോടൊപ്പം തട്ടകത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും. വിന്നേഴ്സ് വെട്ടുവിള പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും യുവരാജ മന്നാടിയാർ മീനാട് കേശു ഇക്കുറയും അവരുടെ പടനായകനായി എത്തും. അവരുടെ ഗജവീരനെ ശ്രീപൂജ കലാസമിതി അണിയിച്ചൊരുക്കുന്ന ശിങ്കാരിമേളത്തോടൊപ്പം തട്ടകത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും. അതോടൊപ്പം തന്നെ പൊഴിക്കര പൗരസമിതി പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഓമല്ലൂർ കുട്ടിശങ്കരൻ അവരുടെ ഗജവീരനായിട്ട് പുറ്റിങ്ങൽ മീനഭരണി ദിവസം പുറ്റിങ്ങൽ അമ്മയുടെ മണ്ണിലേക്ക് എത്തും. അവരുടെ ഗജരാജനെ ആരാധനാ കലാസമിതി അണിയിച്ചൊരുക്കുന്ന ശിങ്കാരിമേളത്തോടൊപ്പം പുറ്റിങ്ങൽ ഭരണി നാളിൽ പുറ്റിങ്ങൽ അമ്മയുടെ മണ്ണിലേക്ക് സ്വീകരിച്ചാനയിക്കും. ഇത്രയും ഗജവീരന്മാരാണ് ഇക്കുറി പുറ്റിങ്ങൽ അശ്വതി വിളക്കിനും പുറ്റിങ്ങൽ മീനഭരണി ദിവസവും അണിനിരക്കുന്നത്. എല്ലാ ആനപ്രേമികളെയും പുരപ്രേമികളെയും പുറ്റിങ്ങൽ അമ്മയുടെ മണ്ണിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ ഫ്രം കിരൺ മംഗലശ്ശേരി.